എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങും ഗോതമ്പൊടിയൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു പലഹാരമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇതുപോലെ മീഡിയം സൈസിലുള്ളൊരു മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണിത്. ഇത് നമുക്കുണ്ടല്ലോ ഒന്ന് പുഴുങ്ങിയെടുക്കണം. ആദ്യം നമുക്കിത് കനം കുറച്ച് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. മധുരക്കിഴങ്ങ് ഇതുപോലെ കനം കുറച്ചൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. സ്റ്റവ് കത്തിരി ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളവും വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ തട്ടും വെച്ച് കൊടുത്തു. ഇതിലോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് വേവിക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നോക്കിയാൽ ഈ മധുരക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കുറച്ചൊന്ന് ആറുമ്പോഴേ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. മധുരക്കിഴങ്ങ് കട്ടയൊന്നും ഇല്ലാതെ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. മധുരക്കിഴങ്ങ് 1 കപ്പ് മതി കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം 1.5 കപ്പോളം ഉണ്ട്. ബാക്കി നമുക്ക് കഴിക്കാം. ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ പലഹാരത്തിലോട്ട് മധുരത്തിന് നമ്മൾ ചേർക്കുന്നത് പനം കൽക്കണ്ടമാണ്. ഈ പനം കൽക്കണ്ടം നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ഈ പനം കൽക്കണ്ടം എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തിട്ട് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഈ കൽക്കണ്ടം ഉണ്ടല്ലോ ഒന്ന് പൊടിച്ചെടുക്കണം. 1/2 കപ്പ് കൽക്കണ്ടത്തിൻ്റെ പൊടിയാണ് നമ്മളിതിലോട്ട് ചേർക്കുന്നത്. കൽക്കണ്ടം ഇല്ലെങ്കിൽ ശർക്കര ചേർത്താലും മതി കേട്ടോ. ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് പൊടിച്ചെടുത്ത കൽക്കണ്ടം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഉണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 2 നുള്ളു ഉപ്പ് പൊടിയും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് പാലും പിന്നെ ഒരു 5-6 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉടച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഇനി ഇതിലോട്ട് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഇനി ഇതിലോട്ട് കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ കേക്കിനൊക്കെ ബാറ്റർ തയ്യാറാക്കുമല്ലോ, ആ കൺസിസ്റ്റൻസിയിലുള്ളൊരു ബാറ്റർ വേണം തയ്യാറാക്കിയെടുക്കാൻ. നമ്മളിതിലോട്ട് ടോട്ടൽ 3/4 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്. ഇതുപോലെ ഇത്രയും ലൂസായിട്ടിരിക്കണം മാവ് കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം. ഇതുപോലെ ഇത്രയും ലൂസായിട്ടുള്ളൊരു മാവ് വേണം തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ. ഇനി ഇത് ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ ഒരു വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിലോട്ട് നല്ലതായിട്ട് ഓയിൽ തേച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അതും ഇല്ലെങ്കിൽ ഒരു വാഴയില കട്ട് ചെയ്ത് വെച്ചാലും മതിയേ. ഇനി ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിക്കാം. മാവ് ഒഴിച്ച് കൊടുത്തിട്ട് അതായത് രീതിയിൽ നിന്ന് ടാപ്പ് ചെയ്തെടുക്കണേ. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ്. ഇനി ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ.
അതും അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ ബദാമോ കിസ്മിസോ ഒക്കെ നമുക്ക് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതാകുമ്പോൾ ഒന്നുകൂടി ഹെൽത്തി ആവും. ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ച് കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണിത് വേവിച്ചെടുക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചു. ഇതുപോലെ തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മാവ് നിറച്ച ട്രേ വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 25 മിനിറ്റ് ആവി കയറ്റി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ലതായിട്ട് വെന്തോന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ ഒരു ഈർക്കിൽ വെച്ചൊന്ന് കുത്തി നോക്കാം. അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഈർക്കിൽ നല്ല ക്ലീനാണ്. ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് നമുക്ക് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. നല്ലതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഇതേ രീതിയിൽ സൈഡൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഒരു പ്ലേറ്റ് വെച്ച് കമഴ്ത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴേ ഈസി ആയിട്ട് ഇത് ഇളകി വരും. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തത് കൊണ്ട് ഒട്ടും തന്നെ പാത്രത്തിൽ പറ്റാതെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഇനി ഈ പേപ്പർ നമുക്കങ്ങ് മാറ്റാം. ഞാൻ നോക്കിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ പലഹാരം കിട്ടിയിട്ടുണ്ട്. മധുരക്കിഴങ്ങ് വെച്ച് ആവിയിൽ വേവിച്ചെടുത്ത കേക്കെന്ന് നമുക്കിതിനെ പറയാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ മധുരക്കിഴങ്ങൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിഷ്ടമാകും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇതിഷ്ടമാകും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.